ഭയപ്പെടേണം. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഡിസംബർ 11 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഡിസംബർ 15 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവജനത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ വസിക്കുന്നെന്ന്. വചനം ദൈവമാകുന്നു. ആ വചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതെന്നിൽ നിന്ന് വെളിപ്പെടുവാനായി തുടങ്ങും. അതെന്നിൽ വെളിപ്പെടാനിടയാകും. നമ്മുടെ മുഖം കണ്ണാടിയിൽ കാണുന്നത് പോലെ കർത്താവിനെ കാണിക്കുന്ന കണ്ണാടിയായിട്ട് എൻ്റെ മുഖം മാറാനിടയാകും. നിങ്ങളുടെ മുഖം മാറുവാനിടയാകും. ഒരു വ്യക്തി വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ വചനത്തോടൊപ്പം ആയിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ലൈഫിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവവചനം എന്താണ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ദൈവവചനം ഓരോ ദിവസവും ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന എൻ്റെ ലൈഫിനുണ്ടാകുന്ന കാര്യങ്ങളെയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. God designed the word of God like a man. Yes. That is called Jesus. Amen. വചനത്തെ ജഡമാക്കി കർത്താവ്. Hallelujah. എന്റെ കൂടെ ഇല്ല, നിങ്ങൾ ഒരു ആമേൻ പറഞ്ഞില്ല. Amen. നിങ്ങളുടെ ജഡം വചനമായാൽ, വചനം ജഡമായാൽ നിങ്ങളെ തൊടുന്ന ഒരു ദൈവശക്തി അനുഭവിക്കും. Amen. നിങ്ങളുടെ മുഖം അതിൽ വെളിപ്പെട്ടു വരും. യേശുവേ, thank you Jesus. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ഷോർട്സ് കണ്ടത് മതി എന്ന് പറ. ഷോർട്സ് കണ്ടത് മതി. നിങ്ങൾ തമാശ, ഈ ഷോർട്സിലെ തമാശ നോക്കിയേ, എന്തെല്ലാം വൃത്തികെട്ട തമാശയാ. സെക്ഷലായ കാര്യങ്ങളോട് ചേർന്നതല്ലേ തമാശ മുഴുവൻ. അത് നിങ്ങൾ വിചാരിക്കുമ്പോ ചിരിക്കാൻ ഈ ഭോഷത്തരം കണ്ട് ചിരിക്കരുത്. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കല്ലേ. അടുത്തിരിക്കുന്നവരോട് പറ, നമുക്ക് ഒന്നും സെക്ഷലായ തമാശകൾ കേക്കല്ലേ. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ തൊടത്തില്ലെന്ന്. അങ്ങനെ ഒരാളില്ല. തൊടാത്തൊരു മനുഷ്യൻ എനിക്ക് അറിയത്തില്ല. എത്ര വിശുദ്ധനാണെങ്കിലും അത് കണ്ടാ തൊടും. അതുകൊണ്ട് വേണ്ടാന്ന് വെക്കേ. അങ്ങനെയുള്ള ഷോർട്സ് ആണെന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാണാം. അടുത്തിരിക്കുന്നവരോട് പറ, കൂടുതൽ ഷോർട്ട് കണ്ടാൽ നിങ്ങൾ ഷോർട്ടായി പോകുന്നു പറ, ചെറുതായി പോകുന്നു പറ. ഷോർട്സ് കണ്ടാൽ ഷോർട്ടായി പോകുന്നു പറ. വേറെ ആളോട് പറ, ചിലപ്പോ ഷോക്ക് ആയി പോവാന്ന് പറ. നിങ്ങളുടെ മുഖത്ത് വചനം റിഫ്ലക്ട് ചെയ്യണം. Amen. Hallelujah. Thank you Jesus. അടുത്തിരിക്കുന്ന ആളെ സോളിങ് വന്നിട്ട് അടുത്തിരിക്കുന്ന ആളെ മുഖത്ത് ഇങ്ങനൊരു വട്ടം വരച്ചിട്ട് പറ, വചനം റിഫ്ലക്ട് ചെയ്യണം. വചനം റിഫ്ലക്ട് ചെയ്യണം. തിരിച്ചൊന്ന് കാണിച്ച്, വചനം റിഫ്ലക്ട് ചെയ്യണം. വചനം റിഫ്ലക്ട് ചെയ്യണം. നിങ്ങളുടെ സൗന്ദര്യത്തെക്കാൾ അട്രാക്ഷൻ നിങ്ങളുടെ അകത്തുള്ള തേജസ് ആയിരിക്കട്ടെ. അടുത്തിരിക്കുന്നവരുടെ മേക്കപ്പ് ഇട്ടാൽ വെയിലത്ത് ഒഴുകിപ്പോകും, പക്ഷെ തേജസ് ഇട്ടാൽ ഒരു വെയിലത്ത് അത് വാടത്തില്ല. I release glory, Lord. Hallelujah. I release joy, Lord. Hallelujah.
ഞാൻ നിങ്ങളോട് ഒരു സക്സസിന്റെ രഹസ്യം പറയട്ടെ. അടുത്തിരിക്കുന്നവരോട് രഹസ്യം കേൾക്കണമെന്ന് ചോദിക്കും. ഏതെങ്കിലും കാര്യം നിങ്ങൾ പ്രശ്നമാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കുറച്ചു നേരം ബൈബിൾ ഇരുന്ന് വായിക്കണം. അപ്പൊ പ്രാർത്ഥിക്കണ്ടേ? എനിക്ക് നിർബന്ധമൊന്നും തോന്നിയില്ല. പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറയുന്നേ. ഞാൻ ഇന്നലെ 3 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 1 മണിക്ക് വന്ന് കിടന്ന് ഉറക്കം വന്നില്ല. 3 മണിയായി ഉറങ്ങിയപ്പോ. ഉറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ കിടന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയി. 3 മണി വരെ ഉറങ്ങിയിട്ടില്ല, ഉറപ്പാണ്. അല്ല, 3:30 വരെ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല അർത്ഥം. ഞാൻ ഇന്നലെ നേരത്തെ പ്രാർത്ഥിക്കാനിരുന്നു. ഇവിടുത്തെ ഉത്സവം ആയതുകൊണ്ട് ഫ്ലൈറ്റ് 2:30 വന്നു. അവിടെ ഞാൻ നേരത്തെ വീട്ടിലുണ്ടായിരുന്നു. പ്രാർത്ഥിക്കണ്ടെന്നല്ല പറഞ്ഞേ, പക്ഷെ എനിക്ക് വചനത്തിന്റെ സ്വഭാവം അറിയാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളല്ല, വേർഡാണ്, ദൈവമാണ്. അത് നിങ്ങൾ ധ്യാനിച്ചാൽ അത് നിങ്ങളിൽ വെളിപ്പെട്ട് വരും. ആർക്കും നിങ്ങളെ തടയാനൊക്കത്തില്ല. യേശു എങ്ങനെയാണോ അങ്ങനെ ആകും നിങ്ങൾ. പറ, അതങ്ങ് വെളിപ്പെടും, മാനിഫെസ്റ്റഡ് ആകും. ഞാൻ എന്തിനാ ഈ കുളിസീനൊക്കെ പറഞ്ഞെന്ന് നമുക്ക് വല്ല മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. അതിലൂടെ ലവൻ വെളിപ്പെട്ട് വരുന്നേ. കണ്ടോ? ആ സാധനങ്ങൾ കാണുമ്പോ അത് നമ്മളിൽ വെളിപ്പെട്ട് വരും. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ നമ്മളിൽ മോട്ടിവേറ്റഡ് ആകും. അങ്ങനെ കാണണ്ടെന്ന് തോന്നുന്ന ആൾക്ക് പോലും ഒന്നെത്തി നോക്കാൻ തോന്നും. Are you listening? ഒരു നല്ല ആമേൻ പറഞ്ഞേ. എന്നാൽ വചനം കേൾക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങളിൽ വെളിപ്പെട്ട് വരാനായി തുടങ്ങും. അത് നിങ്ങളിൽ മാനിഫെസ്റ്റഡ് ആകും. ഇവള് കുളിസീന കാണുന്നതെങ്കിൽ ആ വികാരം ഇവളുടെ കണ്ണ്, മൂക്ക് അതിലൂടെ വെളിപ്പെട്ട് വരും. എന്നാ വചനമാ വായിക്കുന്നതെങ്കിൽ അത് കണ്ണും മൂക്കും കൈയും എല്ലാം അതിലൂടെ വെളിപ്പെട്ട് വരും. നീ നോക്കിയാൽ രോഗികൾ സൗഖ്യമാകും. നീ ചിരിച്ചാൽ ആളുകൾ അത്ഭുതത്തിലേക്ക് വരും. ഇത് തമാശയല്ല. ഞാന് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലെ ചർച്ചിലെ പാസ്റ്ററിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ പാസ്റ്ററിന്റെ ചർച്ചിലൊരു പെങ്കൊച്ചുണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിലെ വേലക്കാരിയുണ്ട്. എൻ്റെ പേര് പ്രസ്റ്റീജ് എന്നാണ്, പ്രേഷ്യസ് എന്നാണ്. പ്രേഷ്യസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 4 പിള്ളേരുണ്ട്, കറുത്തവർക്കൊക്കെ അറിയാം. അവൾക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ തുണി തേച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററോട് ഒന്ന് പറഞ്ഞു, എനിക്ക് ഒരു രാവിലെ മുതൽ തലവേദന, ഒരു രക്ഷയില്ല. അപ്പോൾ പാസ്റ്ററിനോട് ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈകുന്നേരത്തെ മീറ്റിങ്ങിന് വരാം, അല്ല അവൾക്ക് ചെയ്യാൻ വയ്യ. ഞാൻ അവളുടെ തലയിൽ ചെന്നിട്ട് ഇങ്ങനെ നല്ല തട്ട് കെട്ടി ഞാനങ്ങ് പോയി. പ്രാർത്ഥിച്ചില്ല. പ്രേക്ഷിതോടൊന്നോട് ഭയങ്കര കരച്ചില്. ഞാൻ ചോദിച്ചു എന്നാ സംഭവം? പാസ്റ്റർ തട്ടി ഉടനെ തലവേദന പോയി. ഞാൻ തട്ടിയതിന്റെ കാര്യം എന്നാന്നറിയോ? ഞാൻ അത്ര നേരം കർത്താവിന്റെ കൂടെ ആയിരുന്നു. ഞാൻ അവിടെ എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. ഇത്രയും മതി. ഈ കൈകൾ ദൈവത്തിന്റെ കൈകളാ. വചനം മാനിഫെസ്റ്റഡ് ആകുക. പറ, വേർഡ് മാനിഫെസ്റ്റഡ് ആകുക. അടുത്തിരിക്കുന്ന 2 പേരോട് പറ, വചനം വെളിപ്പെടുന്നവരായി. ഒന്നുറക്കെ പറഞ്ഞ്, എന്നിൽ വചനം വെളിപ്പെട്ടു വരും. ഞാനെന്ത് പ്രസംഗത്തിലേക്ക് വരട്ടെ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരുടെ മുഖം നോക്കിയിട്ട് പറ, ഈ മുഖം കണ്ടോ? വേർഡ് വെളിപ്പെടുന്ന മുഖമാ, കണ്ണാടിയാ, കർത്താവിന്റെ തേജസ്സിന്റെ കണ്ണാടിയാ. എക്സൈറ്റ്മെന്റോട് പറ, കർത്താവിന്റെ മുഖം വെളിപ്പെടുന്ന കണ്ണാടിയാ. കൈ അടിച്ചോണ്ട് പറ, ചിരിച്ചോണ്ട് പറ, കർത്താവിന്റെ മുഖം വെളിപ്പെടുന്ന കണ്ണാടിയാ. My face going to reflect my Jesus glory. Come on, my face going to reflect my Jesus glory. Amen. Woo! നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ?
അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾ ആരാ? സ്പിരിച്വൽ വേൾഡ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് വല്ലതും അറിയോ? അറിയാം, മത്തായിയുടെ മോൻ തോമാച്ചൻ അല്ല. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾ ആരാന്നറിയോ? ഞാനൊരു വാക്യം വായിക്കട്ടെ. 2 കൊരിന്ത്യർ 4:6 ഇരിക്കെ. ഈ വചനം കുറച്ച് സെൻസിറ്റീവായി കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വലിയ ഡീപ്പായൊരു കാര്യം പറയാൻ പോവാ. ബി കെയർഫുൾ, ലിസൺ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 2 കൊരിന്ത്യർ 4:6 ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. വല്ലതും മനസ്സിലായോ? ചാൻസ് ഇല്ല. വല്ലതും മനസ്സിലായോ? പാടാ മനസ്സിലാക്കാൻ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവത്തിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരി. ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ? എനിക്കും പിടിയിട്ടില്ല ഒരിക്കലും. ഞാനിതിൻ്റെ KJVയും ആംപ്ലിഫൈഡ് വേർഷനൊക്കെ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ NIV വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ഫോർ ഗാഡ് ഹൂ സെഡ് ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ് made his light shine in our heart. Oh, it's quite big thing. എന്താ കർത്താവ് പറയാൻ, പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്? ആദ്യത്തെ വാദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഫോർ ഗോഡ് ഹൂ സെഡ് ലെറ്റ് ദ ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം പറഞ്ഞു ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് പറഞ്ഞ ദൈവം എന്താ ഈ പറയുന്നേ? എവിടെ വെച്ചാ കർത്താവ് ഇത് പറഞ്ഞേ? ഉൽപ്പത്തി പുസ്തകം 1:1-2 ആദിയിൽ ഈ ഭൂമി എങ്ങനെയായിരുന്നത്? പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ഇരുളുണ്ടായിരുന്നപ്പോൾ ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. ആ ഇരുളുണ്ടായിരുന്നിടത്ത് ആ നിമിഷം വെളിച്ചം ഉണ്ടായി. ആ വെളിച്ചം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കൂ, ആ വെളിച്ചം എന്ന് പറയുന്നത് സൂര്യനോ ചന്ദ്രനോ ആയിരുന്നില്ല. സൂര്യനോ ചന്ദ്രനെയോ ഉണ്ടാക്കണേക്കാൾ മുമ്പ് ആയിരുന്നു ദൈവം ആ വെളിച്ചം ഉണ്ടാക്കിയത്. ഒന്നും കൂടെ പറയാമോ? സൂര്യനോ ചന്ദ്രനോ ദൈവം ഉണ്ടാക്കണേക്കാൾ മുമ്പായിരുന്നു എന്ത് ചെയ്തത്? ആ വെളിച്ചം ഉണ്ടാക്കിയത്. എവിടെ ഉണ്ടാക്കിയത്? ഭൂമി ഇരുണ്ടിരുന്ന സമയത്ത്, ആഴത്തിന് മേൽ ഇരുള് വസിച്ചിരുന്ന സമയത്ത് ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായിരുന്ന കാര്യങ്ങൾ ഉയർത്തിക്കേ. റൈറ്റ്. എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ ഉണ്ടാക്കണേക്കാൾ മുമ്പ് ഈ ഭൂമി ഇരുണ്ടായിരുന്നത്. ആ ഇരുണ്ടിരുന്ന സമയത്ത് ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. വെളിച്ചം ഉണ്ടാക്കിയതിന് ശേഷമാണ് പകൽ വാഴാൻ സൂര്യനെയും രാത്രി വാഴാൻ ചന്ദ്രനെയും ഉണ്ടാക്കിയത്. നമ്മൾക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ട. ആ ദൈവം പറയുവാ, അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ദൈവം പറയുവാ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കണേക്കാൾ മുമ്പുണ്ടാക്കിയ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന്. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കണേക്കാൾ മുമ്പ് ദൈവം ഉണ്ടാക്കിയ അതേ വെളിച്ചം ആരുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന്? എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്ന് പ്രകാശിക്കട്ടെ എന്ന്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെയാ പറയുന്നതെന്ന് തോന്നാം, പക്ഷെ ഭയങ്കര കാര്യം പൗലോസ് അവതരിപ്പിക്കുക. ദൈവത്തോട് പൗലോസിനോട് ചോദിക്കാം, പൗലോസെ, സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കണേക്കാൾ മുമ്പ് ഇരുട്ട് മൂടിക്കിടന്ന ഈ സ്ഥലത്ത് നീ പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. അങ്ങനെ വെളിച്ചം ഉണ്ടായി. ആ വെളിച്ചം എന്തിനാ? എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കാൻ ദൈവം പറഞ്ഞത്. വായ്, എന്തിനാ ആ വെളിച്ചം എനിക്ക് തന്നത്? ഇസ്രായേൽ ജനത്തോട് ചോദിച്ചാൽ ഇസ്രായേൽ ജനം പറയുവേ, മോശ ഒരിക്കൽ ദൈവസന്നിധിയിലായിരുന്നു. മോശ ദൈവസന്നിധിയിൽ വന്നപ്പോ മോശ ദൈവസന്നിധിയിൽ നിന്ന് വന്നപ്പോ മോശയുടെ മുഖം മുഴുവൻ തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് ദൈവം എന്നാ ചെയ്തെന്നറിയോ? മോശയുടെ മുഖത്ത് ഒരു വെയിലിട്ടു. ദൈവമല്ല, മനുഷ്യൻ പറഞ്ഞു, യോ നിന്റെ മുഖത്ത് ഞങ്ങൾക്ക് ആർക്കും നോക്കാൻ വയ്യ, അതുകൊണ്ട് നിന്റെ മുഖം എന്ത് ചെയ്യാൻ പറഞ്ഞു? മൂടാൻ പറഞ്ഞു. കാരണം എന്നതാ?
ഇവന്റെ മുഖത്ത് വ്യാപരിക്കുന്ന വെളിച്ചം കാണാൻ സാധാരണ മനുഷ്യന് കഴിയുന്നില്ല. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, അന്നത്തെ മനുഷ്യർക്ക് കഴിഞ്ഞില്ല. അവർ വീണ്ടും ജനിച്ചവരായിരുന്നില്ല. എന്നാൽ വീണ്ടും ജനിച്ച നമുക്ക് ദൈവം ഒരു പ്രത്യേകത വന്നു. ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ അകത്ത് വെച്ചു. എന്തിനാണെന്നറിയോ? മോശയുടെ മുഖത്ത് നോക്കാനല്ല, സർവശക്തനായ യേശുവിന്റെ മുഖത്തെ തേജസ് കാണാനായിട്ട്. ഒന്ന് കൈകളടിച്ചു ആമേൻ പറ. മോശയുടെ മുഖത്തെ തേജസ് കാണാൻ അവർക്ക് കഴിയാഞ്ഞതിന്റെ കാരണം അവരുടെ ഹൃദയത്തിൽ വെളിച്ചമില്ലായിരുന്നു. യേശുവിനെ സ്വീകരിച്ച ദിവസം മുതൽ എൻ്റെ അകത്ത് ഹൃദയത്തിൽ വെളിച്ചമുണ്ടായി. എന്തിനു വെളിച്ചമുണ്ടായി? ഫോർ വാട്ട്? എന്തിനു വെളിച്ചമുണ്ടായി? ആ വെളിച്ചം ദൈവം തന്നത് യേശുവിന്റെ മുഖത്തിന്റെ തേജസ് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരാന്നറിയാവോ? ദൈവ തേജസ്സിനെ കാണാൻ വിളിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാ. Something supernatural. Do you know who you are? You are chosen to see the glory of His face. യേശുവിന്റെ മുഖത്ത് തിളങ്ങുന്ന പ്രകാശം അല്ല, യേശുവിന്റെ മുഖത്ത് തിളങ്ങുന്ന തേജസ്, അത് ദൈവത്തിന്റെ തേജസ്സാണ്. 10,000 സൂര്യനേക്കാൾ തിളങ്ങുന്ന പ്രകാശം. അത് കാണാൻ ഈ കണ്ണിന് പറ്റത്തില്ലെന്ന് സ്വർഗത്തിന് മനസ്സിലായപ്പോ എന്റെ അകത്തൊരു വെളിച്ചം വെച്ചിട്ട് പറഞ്ഞു, Look at him. എല്ലാവർക്കും മനസ്സിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്റെ അകത്തുള്ള വെളിച്ചം ദൈവത്തെ നോക്കാനും കാണാനും കഴിയുന്ന വിധത്തിലുള്ള വെളിച്ചമാണ്. പറ. എന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന വെളിച്ചം ദൈവത്തെ കാണാനും ദൈവത്തെ നോക്കാനും ഈ കണ്ണുകൊണ്ടല്ല, എന്റെ അകത്തെ കണ്ണുകൊണ്ട് കാണാനും നോക്കാനും കഴിയുമാറാകുന്നതാണ്. എൻ്റെ അകത്ത് ദൈവം വെളിച്ചം പകർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വെളിച്ചത്തെ എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ആ വെളിച്ചം എന്തിനാണെന്നറിയോ? ആ ദൈവത്തിന്റെ മഹത്വത്തെ കാണാനാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചത്, നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. ആ മഹത്വത്തെ ദർശിക്കുവാൻ, മറ്റൊരാൾക്ക് കാണാൻ കഴിയാത്ത ചിലതിനെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ആ വെളിച്ചമുള്ള വ്യക്തികൾക്ക് മനസ്സിലാക്കുവാനായി കഴിയും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സഹോദരന് ലഭിച്ച ദൈവം നൽകിയ 2 അത്ഭുത സാക്ഷ്യത്തെ മഹത്വപ്പെടുത്താൻ അവിടെ നിൽക്കുന്ന സഹോദരന്റെ പേര് ശിവദാസൻ, മണ്ണാർക്കാട് നിന്ന് വരുന്നു. 2 വർഷമായി ജോലി ഇല്ലായിരുന്നു. അതിനാൽ ഭയങ്കര പ്രയാസമായിരുന്നു. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 15-ന് എറണാകുളം മീറ്റിംഗിൽ വന്നു. അതിനുശേഷം ടാറ്റ കമ്പനിയിൽ നല്ലൊരു ജോലി ലഭിച്ചു. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് നിങ്ങൾ പാലക്കാട് ഒരു മീറ്റിങ്ങിന് വരികയൊക്കെ ചെയ്തു. അതോടെ അന്നതോടുകൂടെ കർത്താവ് വലിയ കാര്യം ചെയ്തു. ഇപ്പൊ നല്ല ജോലി കിട്ടി ടാറ്റ കമ്പനിയില്. ഒരു നല്ല മണർക്കാട് തന്നെ. 2 പേർക്കും ഒരേപോലെ ഒരു സ്ഥലത്ത് അപ്പുറം ഇപ്പുറം. അവരുടെ നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷം കാണാനുണ്ട് കേട്ടോ. ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഇനി ഒരു സാക്ഷിയുള്ളത്, അവർക്ക് പൈൽസ് മുഖാന്തരം ബ്ലീഡിങ്ങും മുഴയും വേദനയും ഭയങ്കര പ്രയാസമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആരാധനയിൽ സഭയായി പ്രാർത്ഥിച്ചു, പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. പൈൽസ് മാറിപ്പോയി. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഇല്ലാന്ന് പറഞ്ഞു. ആ സാധനം ഇല്ല, ഒക്കെ മാറി. നിങ്ങൾ എഴുന്നേറ്റ് വന്നിരുന്നു കൈയടി കൊടുത്തേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. ആ പൈൽസ് മാറിയ സന്തോഷം പറയാനാ വന്നത്. ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ചോദിച്ചോട്ടെ, ഈ പൈൽസിന്റെ കാരണം എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ഒരു 5-6 മാസമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, പ്രയാസമായിരുന്നു. പൈൽസ് എന്ന് പറയുന്ന ഒരു പന്ന അസുഖമാണ്. നമുക്കൊരു ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, ഭയങ്കര വിഷമമാണ്. എന്നാലും വന്ന് പറഞ്ഞല്ലോ, അത് വലിയ സന്തോഷമാണ് കേട്ടോ. ഒരു ദിവസം രാത്രി 12 മണിക്ക് വേദന സഹിക്കാൻ വയ്യാതെ കടന്ന് പടയുമ്പോഴേ ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടാനുമില്ല.
ഞാൻ എങ്ങനെയും പൊക്കി പിടിച്ച് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ഓ, എന്നിട്ട് ഇഞ്ചക്ഷൻ വെച്ച് വേദന മാറിയിട്ടേ പിന്നെ വന്നോളൂ. അത്ര പെയിനായിരുന്നു, അത്ര പ്രയാസമായിരുന്നു. ഇങ്ങനെ ഉരുളുമായിരുന്നു, വേദന സഹിക്കാൻ വയ്യാതെ. പൈൽസ് എന്ന് പറയുന്ന ഒരു പന്ന അസുഖമാണ്, ഭയങ്കര വേദനയും, നമുക്ക് നടക്കാൻ കഴിയത്തില്ല, ഇരിക്കാൻ കഴിയത്തില്ല. യേശു കൊടുത്ത സൗഖ്യത്തിനൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേമേ. അവന്റെ അത്ഭുത മന്ത്രിയാകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്തേ. സന്തോഷത്തോടെ വേഗം. ബ്രദറെ, ഈ ബ്രദറിന്റെ പേര് രാജേഷ് എന്നാണ്. രാജേഷ് എന്നാണ്. വരുന്നത് വടുക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ബ്രദറിന്റെ സാക്ഷി ഇങ്ങനെയാണ്: തൻ്റെ മകൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് താൻ അവിടെ ആയിരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു വ്യക്തി തന്റെ അടുക്ക് വരികയും തന്നോട് സംസാരിക്കുന്ന ശബ്ദം അദ്ദേഹം കേൾക്കുവാനിടയായി. അദ്ദേഹത്തിന്റെ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം, അദ്ദേഹം 3 വർഷക്കാലമായി ആരാധനയ്ക്ക് വന്നിരുന്നില്ല, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ ആ ദൈവശബ്ദം താൻ കേൾക്കാൻ ഇടയായ സമയം മുതൽ കർത്താവിൽ ബലപ്പെട്ടു. ഇപ്പോൾ സ്ഥിരമായി വടുക്കഞ്ചേരി സഭയിൽ 4 മാസമായി ആരാധനയിൽ പങ്കെടുക്കുന്നു. വടക്കഞ്ചേരി ചർച്ചിൽ ഇപ്പൊ പോകുന്നുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഭയങ്കര കാര്യമാ, ഭയങ്കര കാര്യമാ. വെള്ള വസ്ത്രമുള്ള ഒരാള് അടുക്ക് വന്ന് പ്രാർത്ഥിച്ചു, ആക്സിഡന്റ് ആയി കിടക്കുമ്പോൾ. ഒന്ന് കൈ അടിക്കേണ്ട കാര്യമാ, ഭയങ്കര കാര്യമാ. യേശു അല്ലാതെ വേറെ ആർക്കും അതിന് കഴിയത്തില്ല. ഇത് ഞങ്ങളാരും പോയി പ്രാർത്ഥിച്ച കാര്യമല്ല, കർത്താവ് നേരിട്ടിറങ്ങി ചെയ്ത കാര്യമാ. അതിനൊന്ന് ചുണയായി കൈയടിച്ചേ, ആമേൻ പറഞ്ഞേ. ഞാൻ വേറെ പെട്ടെന്ന് ഒരു സഭയിൽ പോകാമെന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെയാണ് എൻ്റെ മോന് ആക്സിഡന്റ് പറ്റിയത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു രൂപം, ശരിക്കും നല്ലൊരു രൂപം കടന്നു വന്ന് സംസാരിച്ചു. വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട്, നിന്നെ നട്ടത് ഏത് സഭയിലാ, നീ പോകുന്നത് ഏത് സഭയിലാ? അതായത് ബ്രദർ വേറൊരു ചർച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു. ആ സമയത്ത് കർത്താവ് നേരിട്ട് വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ എവിടെയാ നട്ടത് അവിടെ പോയി നിൽക്കാൻ. എൻ്റെ അമ്മോ, ഇത് കൂടുതൽ എന്തോ പറയണ്ടേ. അതിന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുത്തേ കർത്താവിനെ. ആമേൻ. സഹോദരങ്ങളെ, ഇത് ഒരു വ്യക്തിയോടുള്ള ദൂതായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവ് ഒരു വ്യക്തിയോട് പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവ് പറയുക, നിങ്ങളെ ദൈവം ജനിപ്പിച്ച സ്ഥലത്താണ് നിങ്ങൾ നിൽക്കേണ്ടത്. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാൻ ആമേൻ പറയാം. ഇദ്ദേഹത്തിന്റെ അടുക്ക് ധൈര്യടി എന്ന് പറഞ്ഞിരിക്കുമോ കർത്താവ്? ഓ, ഭയങ്കരമാണ് കർത്താവ്. കർത്താവ് നീ കൊടുത്ത അത്ഭുത വിടുതലിനായി നന്ദി, സൗഖ്യത്തിനായി നന്ദി. സന്തോഷത്തോടെ. ടി വി പ്രേക്ഷക സംഗമം പൂവാറിൽ ഡിസംബർ 17 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, ലയോള കോളേജ് ജംഗ്ഷൻ, വിഴിഞ്ഞം റോഡ്, പൂവാർ. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഡിസംബർ 18 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം AJ ഹാൾ, കലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, എറണാകുളം. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കരത്തിനായി നന്ദി പറയുന്നു. കർത്താവ് ചെയ്യുന്ന വലുതും ചെറുതുമായ എൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്യുന്ന ഓരോ വൻകാര്യങ്ങളെയും ഓർത്ത് കർത്താവിന് സ്തുതി പറയുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഭാരത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. അത് എനിക്ക് മനസ്സിലായത് 5ാം ക്ലാസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് എന്നും രോഗമായതിനെ തുടർന്ന് പ്രയാസത്തോടെ ആ വീടായിരിക്കുന്നത്. അവരുടെ ചെറിയ സാലറിയിൽ നിന്നും കാര്യങ്ങൾ ശരിയായ വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ചാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവെ, ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ വീടിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരണം. 2 കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരം ചലിക്കണം. അവരുടെ അലർജി മാറിപ്പോക്കണം അപ്പാ. വിട്ടുമാറാതെ ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങൾ കർത്താവെ ആ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ആ വീടിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ. സാമ്പത്തിക ഞെരുക്കം മാറിപ്പോകട്ടെ കർത്താവെ. അവരുടെ സമൃദ്ധി കർത്താവിനാൽ ഉളവായി വരട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അതേപോലെ വിദേശത്തായിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ കാണാം. ആ അമ്മയുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. അമ്മയും ചില ശാരീരിക പ്രയാസങ്ങളോടെ ആയിരിക്കുന്നു. ശരീരത്തിൽ നീര് വരുന്ന ഒരനുഭവം അമ്മയ്ക്കുണ്ട്. എന്നാൽ കർത്താവ് അമ്മയെ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ അമ്മയെ സൗഖ്യമാക്കിയാണ്. കർത്താവിൻ്റെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി പറയുന്നു കർത്താവെ. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും അവിടുത്തെ കരം ചലിച്ചിരിക്കാൻ സ്തോത്രം അപ്പാ. യേശുവേ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണമേ അപ്പാ. സൗഖ്യം ചലിക്കണമേ. വിടുതലിനെ പകരണമേ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ
ഐ മീൻ എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.